നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 4 ടിപ്സാണ്. ആ 4 ടിപ്സ് എന്താണെന്ന് നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സ് ആയിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ടിപ്സെങ്കിലും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് എടുക്കാൻ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഒരു പ്രൊഫൈൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യാണ്. ഞാനിവിടെ ഒരു പ്രൊഫൈൽ എടുത്തു. ഈ പ്രൊഫൈൽ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടി. അദ്ദേഹത്തെ നമ്പർ നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്പർ സേവ് ചെയ്യണം. നേരത്തെ നമ്മൾ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ വാട്സപ്പ് ചാറ്റുകൾ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. തേർഡ് പാർട്ടി ആപ്പിൻ്റെ സഹായത്തോടെയായിരുന്നു. എന്നാൽ ഇനി വാട്സപ്പിൽ അത്തരത്തിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പിൻ്റെ സഹായം ആവശ്യമില്ല. വാട്സപ്പിൽ തന്നെ അതിനൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലോ നിങ്ങളുടെ തന്നെ സുഹൃത്തിൻ്റെ പ്രൊഫൈലൊക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏത് നമ്പറിലാണോ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ ഇതുപോലെ +91, അതായത് ഏത് കൺട്രി ആണോ ആ കൺട്രി കോഡ് ടൈപ്പ് ചെയ്യണം. +91 ആണ്, ഞാൻ ഇന്ത്യൻ നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് +91 ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ നിങ്ങളുടെ വീട്ടിലുള്ളതോ നിങ്ങളുടെ തന്നെ മറ്റൊരു വാട്സപ്പിലേക്കോ നിങ്ങൾ ഇത്തരത്തിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഓപ്ഷൻ. ഒന്നാമത്തെ ചാറ്റ് വിത്ത് എന്നുള്ള ഓപ്ഷനും, രണ്ടാമത്തെ കാൾ ഓൺ വാട്സപ്പ് എന്നുള്ളതും, മൂന്നാമത്തെ ആഡ് ടു കോൺടാക്റ്റ് എന്നുള്ളതും. ചാറ്റ് വിത്ത് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അത് നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാൾ ഓൺ വാട്സപ്പാണ്, വാട്സപ്പിലൂടെ കാൾ ചെയ്യാനുള്ള ഓപ്ഷനും. മൂന്നാമത്തെ നമ്മുടെ കോൺടാക്റ്റിൽ ഈ നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഒന്നാമത്തെ ചാറ്റ് വിത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ആകുകയും അയാളുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുന്നത്, വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് സ്ഥിരമായി നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വാട്സപ്പ് എടുത്ത് വാട്സപ്പിൽ അയാളുടെ പ്രൊഫൈൽ തിരഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏത് വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കാണുന്ന ഭാഗത്ത് അലോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നാൽ ആ പ്രൊഫൈൽ ഇവിടെ കാണും. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി, അയാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അയാളുടെ വാട്സപ്പ് പ്രൊഫൈൽ എവിടെയാണെന്ന് തിരഞ്ഞ് നടക്കേണ്ട. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ ആ ഒരു പ്രൊഫൈൽ ഇവിടെ കാണും. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ അയാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ടിപ്സ്. ഇനി മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. പല സുഹൃത്തുക്കളും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ചില ആളുകളുടെ മെസ്സേജ് ചിലപ്പോൾ വളരെ അശ്ലീലപരമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന മെസ്സേജ് ആയിരിക്കും. അയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. പക്ഷേ അയാളുടെ മെസ്സേജ് നമുക്കൊരു ഡിസ്റ്റർബാണ്. നമ്മുടെ ഗാലറി കുത്തി നിറക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകളിലുള്ള പേരിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് എന്നുള്ളിടത്തായിരിക്കും കാണാൻ സാധിക്കുക. അതെടുത്ത് നേരെ നോ എന്നുള്ളിടത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ പിന്നെ അയാൾ അയക്കുന്ന മെസ്സേജുകളൊന്നും നിങ്ങളുടെ ഗാലറിയിൽ കാണില്ല. അത് നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഫയൽ മാനേജറിൽ വാട്സപ്പ് പ്രൊഫൈൽ എടുത്ത് മീഡിയ എടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് പ്രൈവറ്റ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. ആ പ്രൈവറ്റ് ഫോൾഡറിലാണ് ഇയാളുടെ എല്ലാ വാട്സപ്പ് ഫോട്ടോ വീഡിയോ അടക്കമുള്ള ഓഡിയോസുകളടക്കം സേവ് ആകുക. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ശല്യം ചെയ്യുന്നതോ അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഗാലറി ചെക്ക് ചെയ്യുമ്പം അത് കാണാതിരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഗാലറിയിൽ അലക്ഷ്യമായി കിടക്കുന്ന അയാളുടെ ഫോട്ടോകൾ നമുക്ക് മാറ്റി വെക്കുന്നതിന് വേണ്ടി ഈ ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് മൂന്നാമത്തെ ട്രിക്ക്. ഇനി നമ്മൾ പരിശോധിക്കുന്ന നാലാമത്തെ ഏറ്റവും അവസാനത്തെ ട്രിക്കാണ്. അത് ഏറ്റവും പുതുതായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നൊരു ഫീച്ചറാണ്. നമ്മളൊരാളുടെ വാട്സപ്പ് പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള ചാറ്റുകൾ സ്വകാര്യമാണെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചറാണ്. നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിലായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അയാളുമായിട്ടുള്ള ചാറ്റ് മെസ്സേജുകൾ മറ്റാരും കാണാതെ ഒളിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ അയാളുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അയാളുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ചാറ്റ് ലോക്ക് എന്നുള്ള ഒരു ഭാഗം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും നമ്മുടെ സ്ക്രീൻ ലോക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ കാണുന്ന പോപ്പപ്പിൽ വി എന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ അയാളുടെ പ്രൊഫൈൽ ഇനി നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് കാണും. ജസ്റ്റ് ക്ലിക്ക് കൊടുത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ആകും. അയാളുടെ ചാറ്റുകൾ ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും.
ഇനി നിങ്ങൾ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മുകളിൽ ചാറ്റ് ലോക്ക് എന്ന് കാണുന്നില്ലെങ്കിൽ ഒന്ന് മുകളിൽ നിന്ന് പിടിച്ച് വലിച്ചാൽ മതി. ഇവിടെ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക, പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് അയാളുമായിട്ട് ചാറ്റ് ചെയ്യാനും ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയതുപോലെ ലോക്കാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ചാറ്റിലുള്ള പ്രൊഫൈലുകൾ ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ലോക്ക് വേണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, നേരെ താഴോട്ട് വന്നാൽ ഇവിടെ നമുക്ക് ചാറ്റ് ലോക്ക് എന്നുള്ളത് ഓൺ ആയിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്ത് ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ മതി. പിന്നെ അയാളുടെ പ്രൊഫൈൽ ലോക്കാകില്ല. അയാളുടെ പ്രൊഫൈൽ സാധാരണ എല്ലാവരുടെ പ്രൊഫൈലും പോലെ ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.